പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇന്ന് രാവിലെ എൻ്റെ ഗ്രൂപ്പിലെ ഒരു സഹോദരൻ വിഷ്ണുനാഥ് പറഞ്ഞിരുന്നു, എൻ്റെ ഒരു അനുഭവം അയച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് തന്നെ പോവുകയാണ്. ഒന്ന് ഇന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്തായാലും ഇന്ന് പറയണമെന്ന് തോന്നി. എന്താ, നമുക്ക് കേൾക്കാട്ടോ. നല്ല സുഖമുണ്ട്. ഹരേ കൃഷ്ണ. ഹലോ സാർ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൃമധുരത്തിലെ കണ്ണനാണ്. ഞാൻ ഒരു വർഷമായി പട്ടാളത്തിൽ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 1-2 റിക്രൂട്ട്മെന്റ് തോറ്റുപോയി. അങ്ങനെ ഒരിക്കലായിരുന്നു ഞാൻ ത്രിമധുരം ചാനൽ കാണുന്നത്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ത്രിമധുരത്തിന് ശേഷം ഞാൻ കൂടുതൽ ദൈവത്തോട് അടുത്തു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ എഴുതിയ ഒരു പരീക്ഷയുടെ ബാക്കി ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം ഈ വർഷം ജനുവരിയിൽ നടന്നു. അന്ന് എൻ്റെ കൃഷ്ണനും എല്ലാവരും തന്നെ നടത്തി തന്നുട്ടോ. അതിനുശേഷം 4 മാസമായി ഞാൻ പേടിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചിരിക്കുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. ഭഗവാൻ തന്നെ അപ്രതീക്ഷിതമായി ആദിയോഗി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ എത്തിച്ചു. അതുകൂടാതെ ഞാൻ പോകാത്ത അമ്പലങ്ങളിലൊക്കെ എത്തിച്ചു. എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ ത്രിമധുരത്തിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. ജോലി കിട്ടി. അതുമാത്രമല്ല, ത്രിമധുരം കുടുംബത്തിലെ ഒരാൾക്ക് രാധാകൃഷ്ണ വിഗ്രഹം കൊടുക്കാമെന്ന് നേർന്നിരുന്നു. അതും ഞാൻ ശ്രീകാന്ത് സാറിനെ ഏൽപ്പിച്ചു. ഈ മാസം അവസാനം ഞാൻ പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പട്ടാളത്തിലേക്കാണ് പോകുന്നത്. ഹരേ കൃഷ്ണ. എന്താ കഥ! എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നാണ് രാധാകൃഷ്ണ വിഗ്രഹം ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കുന്നത്. ഇന്ന് എന്നോട് പറഞ്ഞിരുന്നു പോകുന്നതിന് മുമ്പെങ്കിലും ഒന്ന് പറയണേന്ന്. കുറച്ച് ദിവസമായി അയച്ചു തന്നിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ കണ്ടൻറ്റ് വായിച്ചില്ല. ഞാൻ ഈ കണ്ടൻറ്റ് വായിച്ചിരുന്നെങ്കിൽ അന്നേരം പറയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സൈനികരോട് നമുക്ക് അത്രയും ഒരു പ്രിയമാണ്. നമ്മളൊക്കെ ഇങ്ങനെ അനുഭവങ്ങൾ പറയുന്നതും എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാന്റെ കാരുണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനാണ് ഇവരൊക്കെ ഏൽപ്പിക്കുന്നത്. സൈനികരെ ആയാലും ഡോക്ടർമാരെ ആയാലും ഒക്കെ നിങ്ങളെ ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക, അതൊക്കെ അവരോട് പറയാണ്. ഭഗവാൻ എല്ലാം മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണല്ലേ. അപ്പം ഇവരോട് സ്നേഹം എന്ന് പറയുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. വിഷ്ണുവിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കും. മനോഹരമായിട്ട് പോയി വരിക. ട്രെയിനിങ് കുറച്ച് കടുപ്പുള്ളതായിരിക്കും എന്നൊക്കെ അറിയാമല്ലോ. ബട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് യു ആർ ഗോയിങ് ടു ബി എ സോൾജിയർ. നിങ്ങളൊരു സൈനികനാവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താ കഥ! അങ്ങനെയൊക്കെയാണ് ത്രിമധുരം ഗ്രൂപ്പിലെ കാര്യങ്ങൾ. ഗ്രൂപ്പിലേക്ക് വരുന്നവർക്കൊക്കെ വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇന്ന് വിഷ്ണുനാഥ് കൊടുക്കുന്ന സമ്മാനം കൂടാതെ വേറെ 6 പേർക്ക് കൂടെ സമ്മാനമുണ്ട്. വേറെ ഒന്നുമില്ല. ഹരേ കൃഷ്ണ.